ഇത് എത്ര നേരമായി ഞാൻ കാത്തു വെക്കാൻ തുടങ്ങിയിട്ട് ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ. പാവം കുട്ടികള് എന്നെയും കാത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. വല്ലാത്തൊരു നാടന്നെ. സാധാരണ എത്ര വണ്ടി പോകുന്നയാ? അത്യാവശ്യത്തിന് നോക്കുമ്പോൾ ഒരെണ്ണം പോലും ഇല്ല. ഒരോട്ടോ വരുന്നുണ്ടല്ലോ. ഹോ, ഭാഗ്യത്തിന് നിർത്തി. അയ്യോ, ഇതിൽ ആളുണ്ടല്ലോ. എങ്ങോട്ടാ പോണ്ടേ? സ്കൂളിലേക്കൊന്ന് പോണായിരുന്നു, പക്ഷെ ഇതിൽ ആളുണ്ടല്ലോ. നമുക്ക് സ്കൂളിൽ തന്നെ അപ്പൊ പോണ്ടേ? നിങ്ങൾ കയറിക്കോ. അല്ല, നിങ്ങൾ പിടിച്ച ഓട്ടയല്ലേ, അത് ബുദ്ധിമുട്ടല്ലേ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ കയറിക്കോ. ശരി, ഞാൻ കയറാം. അമ്പമ്പോ, ഇത് ആരുടെ കാറാ? ഇത് ഋതുവിന്റെ മമ്മിയുടെ കാറാ. ഈ ഋതു ഭയങ്കര റിച്ച് ആണെന്ന് തോന്നുന്നു. ഈ സ്കൂളിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരി അവളാ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഹങ്കാരമുണ്ട്. ഐശ്വര്യ ആന്റി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. അതെങ്ങനെയാ പിന്നെ നിനക്കറിയാം? അതറിയാനൊന്നും ഇല്ല. കഴിഞ്ഞ കൊല്ലം അവരെങ്ങനെയാ? എങ്ങനെയാന്ന് അവളുടെ ഒറ്റ മോളറിയതു. അവർക്ക് അവളെന്ന് വെച്ച ജീവനാ. അതുകൊണ്ട് തന്നെ സ്കൂള് വിടുന്നതിന് മുന്നേ ഇവിടെ വന്ന് നേരത്തെ കാത്തു വെക്കും. വന്നല്ലോ കഥാനായിക. ഓ മൈ ഡാർലിംഗ് ഋതു, മോൾ എന്തെങ്കിലും ലേറ്റ് ആയേ? ഒന്നുമില്ല മമ്മി, ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വാ മോളെ, നമുക്ക് പോവാം. മമ്മി, എനിക്ക് KFC കഴിക്കാൻ തോന്നുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് KFC കയറാം. ഓക്കെ ബേബി, ഡൺ. ഓ താങ്ക് യു മമ്മി. ഉണ്ണി, നീ കേട്ടോ KFC ന്ന്? കേട്ടടി കേട്ടു. ഉണ്ണി, ഞാൻ അമ്മയോട് KFC വാങ്ങി തരാൻ പറയട്ടെ? നീ എന്റെ കൂടെ നിൽക്കോ? അതിന് ആന്റി വാങ്ങി തരുമോ? നീയും കൂടി പറഞ്ഞാൽ വാങ്ങി തരും. എന്നാ ഞാൻ എന്തായാലും പറയാം. എന്റെ ഉപ്പ ഇങ്ങനത്തെ സാധനം ഒന്നും വാങ്ങി തരില്ല. അതെല്ലാം മോശം സാധനമാണെന്ന് പറയാ. നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി വന്നോ? ആഷികേ, അതെന്റെ ചേച്ചി. ഹായ് ചേച്ചി, ഞാൻ ആഷിക്. ചിന്നുന്റെ ക്ലാസ്സിൽ പുതുതായിട്ട് വന്നയാ. എന്നാ വാ മോളെ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് പോകാം. മമ്മി, നമുക്ക് പോകാം. അമ്മ നമ്മളെ കൂട്ടാൻ വരുന്ന പറഞ്ഞിട്ട് അമ്മയെ കാണുന്നില്ലല്ലോ. ആന്റി ഇപ്പൊ വരുമായിരിക്കും ചേച്ചി. പൊന്നു, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ല ചേച്ചി, എന്റെ അമ്മ എന്നെ ഇപ്പൊ കൂട്ടാൻ വരും. ഇനി നാളെ തൊട്ട് യൂണിഫോം ഇടണല്ലോ. കുറച്ച് ദിവസം കൂടി കളറായാൽ മതിയായിരുന്നു അല്ലേ? മോളെ പൊന്നു, വാ, നമുക്ക് പോണ്ടേ? ഈ അമ്മ അമ്മ ഇതാ വരുന്നു. എന്നാ ഞാൻ പോവാണേ. നാളെ കാണാം. ബൈ. ബൈ പൊന്നു, നമുക്ക് നാളെ കാണാം. ഓക്കെ ആഷിക്, ടാറ്റാ. ചേടാ, നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ. ആഷി, ഇതല്ലേ എന്റെ സ്കൂള്? ആന്റി, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോന്ന്? സ്കൂളല്ലേ, അത് സ്കൂൾ പോലെ തന്നെയുണ്ട്. നിങ്ങളോട് ചോദിച്ചു എന്നെ വേണം പറയാൻ. എന്റെ സ്കൂള് കാണാൻ രസമുണ്ടോന്ന്. സ്കൂളെല്ലാം രസമുണ്ട്. ഇനി എന്റെ മാർക്കും കൂടി നല്ല രസമുണ്ടായാൽ മതി. ഇതെന്തിനാപ്പ ഇപ്പൊ പറയുന്നേ? അമ്മ ഈ ഹോട്ടലുണ്ടായിരുന്നോ? അമ്മക്ക് ആഷിന്റെ ആന്റിനെ അറിയാം? അറിയൊന്നില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. ആഷി, വാ പോണ്ടേ? അല്ല, നമ്മളെല്ലാം എങ്ങനെ പോവാ? ഓട്ടോയിൽ പോവും. അങ്ങനല്ല, നമ്മള് കൊറേ ആളില്ലേ, നമ്മളെല്ലാം എങ്ങനെ ഓട്ടോയിൽ പോവാ? അതെല്ലാം പോയിക്കോളും, നിങ്ങൾ കയറ്. അമ്മ, എനിക്ക് വിൻഡോ സീറ്റ് വേണം. വിൻഡോ സീറ്റിംഗ് വിൻഡോ സീറ്റ്, പക്ഷെ നീ എന്നെ മടിയിരിക്കണം. അത് കുഴപ്പമില്ല. ആഷി, നീ എന്റെ മടിയിലിരുന്നോ? അല്ലാണ്ടി, അപ്പൊ ഞങ്ങളോ? നീ ചിപ്പിന്റെ മടിയിലിരുന്ന മോനെ, എന്നാലല്ലേ എല്ലാവർക്കും മര്യാദക്ക് പോകാൻ കഴിയൂ. ആഷി, അപ്പൊ നിന്റെ വീട് ഞങ്ങളുടെ വീടിനടുത്താ? അല്ല, നിന്റെ വീട് എവിടെയാ? പാർക്കിന്റെ അടുത്ത്. ഹായ്, എന്റെ വീട് പാർക്കിന്റെ അടുത്താ. എന്നാ നമുക്ക് എല്ലാ ദിവസം കാണാലോ. ഇടയ്ക്ക് നീ വീട്ടിൽ കളിക്കാൻ വരണേ. വരാം. നീ ഞങ്ങളുടെ വീട്ടിൽ വരണേ. എന്തായാലും വരും. അല്ല, ആർക്കും പോകുന്നു വേണ്ടേ?